മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസം പകരപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമെന്ന നിലയിൽ കുടുംബം എത്രയോ അമൂല്യമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണിവ. ഈ അമൂല്യത മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ കുടുംബജീവിതത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ഒമാൻ നേഴ്സസ് മിനിസ്ട്രിയിലെ ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. പ്രൈസ് ദി ലോർഡ്. ചേട്ടാ, നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ബോബി എന്നാണ്. ഞാനിവിടെ മസ്കറ്റിൽ 11 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ നാട്ടിൽ പാലക്കാട് രൂപതയിൽ ക്രിസ്തുരാജ കണ്ടമാനം ഇടവകമാണ്. ഇതെൻ്റെ ഭാര്യ. എൻ്റെ പേര് അനിറ്റ. ഞാനിവിടെ 9 വർഷമായിട്ട് മിനിസ്ട്രി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ക്രിസ്റ്റി. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് ക്രിസ്റ്റോ. ഞാൻ 7th പഠിക്കുന്നു. എൻ്റെ പേര് ക്രിസ്ത്യാനോ. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ്റെ പേര് ക്രിസ്റ്റഫർ. അവനെ നമ്മൾ കുഞ്ഞുങ്ങൾ വിളിക്കുന്നു. മക്കൾ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാട്ട് പാടുകയും പിന്നെ അനുഗ്രഹം മേടിക്കുകയും ചെയ്യും. ഈശോനോട് ചോദിച്ചിട്ട് നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? അപ്പയുടെ ജോലി പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അപ്പയ്ക്ക് പെട്ടെന്ന് ജോലി കിട്ടി. പിന്നെ അമ്മയ്ക്ക് സിനാവിന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ പ്രാർത്ഥിച്ച് ചോദിച്ചപ്പോഴും വേഗം കിട്ടി. പിന്നെ ഞാൻ സന്തോഷത്തിൻ്റെ ദിവസം 5ാമത്തെ ദിവസം ചെല്ലുമ്പോൾ വീട്ടിലെന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ദിവസം ചെല്ലി കഴിയുമ്പോഴേക്കും അത് കണ്ടെത്തി കിട്ടും. നല്ലൊരു കാര്യമാണല്ലോ. നീ പാട്ട് പാടുന്നത് കേട്ട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഒരു പാട്ട് പാടാമോ? അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? ചെറുപ്പകാലത്തിലുള്ള ബോബി ചേട്ടൻ്റെ ദൈവാനുഭവത്തെക്കുറിച്ചും അതോടൊപ്പമുള്ള വിശ്വാസ ജീവിതത്തെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ മാതാപിതാക്കളെയാണ്. അവരുടെ പ്രാർത്ഥനയുടെയും അവർ കാണിക്കുന്ന വിശ്വാസ ജീവിതവും കണ്ടാണ് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് സത്യം പറഞ്ഞാൽ അതിലേക്ക് നടന്നറിയുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ പള്ളിയൊക്കെ കുറച്ച് ദൂരെയാണെങ്കിലും അവർ രണ്ടുപേരും രാവിലെ പള്ളിയിൽ പോകാനും അതുപോലെ തന്നെ പ്രാർത്ഥന മാത്രം ഉള്ള ഒരു ജീവിതം അല്ലായിരുന്നു അവരുടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുന്ന വിശുദ്ധരെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ആളുകളാണ് എൻ്റെ മാതാപിതാക്കൾ. അതുപോലെ തന്നെ ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് കൂടുന്ന ആൾക്കാർ സംഘത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഒരു ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ അതിലേക്ക് വരാൻ കാരണം. എൻ്റെ കാലിൽ ഞാൻ പന്തുകളിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ എനിക്ക് കാലിൽ സ്ഥിരമായിട്ട് മുറിവുണ്ടായിരുന്നു. അത് പഴുത്ത് എപ്പോഴും ഒരു ഭയങ്കര വേദനയുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പം ആ തവണത്തെ നമ്മുടെ സഹായിക്ക് കാല് എഴുതുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ശിഷ്യന്മാരാകാൻ വേണ്ടിയിട്ട് എന്നെയും അച്ഛൻ തിരഞ്ഞെടുത്തു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ കാല് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞത്, ഞാനല്ല നിന്നെ തിരഞ്ഞെടുത്തത്, നിന്നെ ഈശോയുടെ ഒരു ശിഷ്യനായിട്ടാണ് നിന്നെ തിരഞ്ഞെടുക്കുന്നത്. നീ അതിന് ഒന്നും പ്രശ്നമൊന്നും വിചാരിക്കണ്ട, നീ വരാൻ പറഞ്ഞു. ആ കാലിലൊരു ശുശ്രൂഷയ്ക്ക് ശേഷം എനിക്ക് ഇന്നേ വരെ എൻ്റെ കാലില് അതേപോലത്തെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. അത് ഞാനത് വീട്ടിൽ വന്ന് പറയുകയും വീട്ടിലുള്ളവർക്കും അത് അതിശയമായി പോയി. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ കാലിൽ എപ്പോഴും ആ ഒരു മുറിവ് എപ്പോഴും കുറേ നാളായിട്ട് ഉണ്ടായിരുന്നതാണ്. അതെൻ്റെ ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനകളും
ചെറുപ്പകാലത്തിൽ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഓരോ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങളും എല്ലാം ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊണ്ടുപോകുന്നു എന്ന് തന്നെ പറയുന്നത് വലിയൊരു കാര്യമാണ്. തീർച്ചയായും. അതിന് ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം. അനീറ്റയുടെ വിശ്വാസ ജീവിതവും കുട്ടിക്കാലവും ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും ടിൻഡോ. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഡാഡി, മമ്മി, ചേട്ടൻ, ചേച്ചി. ഡാഡി ഇപ്പോൾ മരിച്ചുപോയി. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കളല്ലെങ്കിലും അവരുടെ പ്രാർത്ഥനയും വിശ്വാസവും കൊണ്ടാണ് എൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് പള്ളി. അതുകൊണ്ട് തന്നെ കാലത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോവുക അതൊരു ഹരമായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ എനിക്ക് പ്രിയപ്പെട്ട ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. സിസ്റ്റർ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നുണ്ട്. സിസ്റ്റർ ചെറുപ്പത്തിൽ പറഞ്ഞു തരുമായിരുന്നു, നമ്മുടെ ജീവിതം മനോഹരമായ പുഷ്പങ്ങൾ പോലെ ആയിരിക്കണം. കല്ലുകൾ മുകളിലേക്ക് ഇറങ്ങി അത് മേത്ത് വീണ് കഴിഞ്ഞാൽ നമ്മുടെയും നമ്മുടെ അടുത്ത് നിൽക്കുന്നവരുടെയും ശരീരം വേദനിക്കുള്ളൂ. പക്ഷേ പൂക്കൾ മുകളിലേക്ക് ഇറങ്ങി അത് താഴെ വീഴുമ്പോൾ അത് നിൽക്കുന്ന സ്ഥലം മുഴുവൻ സുഗന്ധമുള്ളതായിത്തീരും. അപ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും അങ്ങനെ മറ്റുള്ളവർക്ക് വിഷമങ്ങൾ കൊടുക്കുന്നതല്ല, സുഗന്ധം കൊടുക്കുന്നതായിരിക്കണമെന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് ഇന്നും പങ്കുവയ്ക്കുന്ന ഒരു കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം സിസ്റ്റർ എപ്പോഴും പറയുമായിരുന്നു, ബൈബിള് വായിക്കുമ്പോൾ ആ ബൈബിളിലൂടെ ഈശോയുടെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റുന്നു. ചെറുപ്പത്തിൽ അതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല, പക്ഷേ എങ്കിലും ഉറക്ക ബൈബിൾ വായിക്കുക അതെന്നും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വലുതായപ്പോൾ നിയമാവർത്തനം 29:29 പറയുന്നത് പോലെ രഹസ്യങ്ങൾ എന്നെന്നും ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു, എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ അവനും അവൻ്റെ സന്താനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. വെളിപ്പെടുത്തപ്പെട്ട വാഗ്ദാനങ്ങൾ നിറഞ്ഞ ഈ വിശുദ്ധ ബൈബിൾ ചേർത്ത് വയ്ക്കുമ്പോൾ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന കുറേ രഹസ്യങ്ങൾ തമ്പുരാൻ വെളിപ്പെടുത്തുന്നു. അത് എനിക്ക് ആ കുട്ടിക്കാലത്ത് ആ ബൈബിൾ വായിക്കാൻ കിട്ടിയ ആ ഒരു അനുഭവത്തിൽ നിന്ന് തുടങ്ങിയതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബൈബിള് വായിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് നമുക്ക് വളരെയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി തുടങ്ങും. നമ്മളുടെ എല്ലാ സഹനങ്ങളുടെ നിമിഷത്തിലും നമുക്ക് ആ ഒരു ദൈവത്തിൻ്റെ ശബ്ദത്തിൽ നമുക്കതിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ദൈവം നമ്മൾക്ക് ആ ഒരു അനുഗ്രഹം തരുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം. അനീറ്റയ്ക്ക് ചെറുപ്പത്തിൽ കിട്ടിയ വിശ്വാസവും ദൈവിക അനുഭവങ്ങളും നേഴ്സിംഗ് എന്ന പ്രൊഫഷനിലൂടെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? ടിൻഡോ നേഴ്സാണ്, അതുകൊണ്ട് ടിൻഡോയ്ക്ക് അറിയാം നേഴ്സിംഗ് ഇറ്റ്സ് എ ഡിവൈൻ പ്രൊഫഷൻ. അതായത് ഈശോ അറിയുന്നതും അറിയാത്തതുമായ ഒത്തിരി രോഗികളെ സുഖപ്പെടുത്തുകയും അവർക്ക് ആശ്വാസം കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഈശോയുടെ ഒരു സ്നേഹവും അനുകമ്പയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് ആ ഒരു സ്നേഹവും സന്തോഷവും കൃപയും കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് പഠിക്കണമെന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതിന് പോകാൻ പറ്റുമെന്നറിയത്തില്ലായിരുന്നു. ഒരു സിസ്റ്ററിൻ്റെ സഹായത്തോടെ സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ തന്നെയാണ് ഞാൻ നഴ്സിംഗ് പഠനം ആരംഭിക്കുന്നത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു സമയമായിരുന്നു. കാരണം പഠനത്തെക്കാൾ ഉപരി ഈശോയുമായി ഒത്തിരി ഏറെ സമയം ചെലവഴിച്ചൊരു കാലഘട്ടം. കാലത്ത് തന്നെ എന്നും പള്ളിയിൽ പോകാനും അതുപോലെ തന്നെ സങ്കീർത്തന ഭാഗങ്ങളും വിശുദ്ധ ബൈബിളിൻ്റെ കുറേ ഭാഗങ്ങളും മനഃപ്പാഠമാക്കിയ ഒരു കാലഘട്ടം അതാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു ചെറിയ ഗ്രൂപ്പായിരുന്നു, 20 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റലിൽ തന്നെ ഒരു ചാപ്പലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, പഠനത്തെക്കാൾ ഉപരി ഏത് നേരം ആ ചാപ്പലിൻ്റെ ഉള്ളിൽ ഏതൊരു അവസ്ഥയിലും ആ ചാപ്പലിലാണ്. അന്നാളുകളിലാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയും പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക സ്നേഹമൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഒരു പ്രെയർ ഗ്രൂപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു റോസറി ബാങ്ക് സ്റ്റാർട്ട് ചെയ്തു. അതായത് കിട്ടുന്ന ഇടവേളകളിൽ മുഴുവൻ റോസറികൾ ചൊല്ലിക്കൊണ്ട് ആ റോസറി ബാങ്കിൽ നിക്ഷേപിക്കുകയും നമ്മൾ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നത് പോലെ നമുക്ക് അത്യാവശ്യം വരുമ്പോൾ പണം ബാങ്കിൽ നിന്ന് എടുക്കുന്നത് പോലെ ഞങ്ങൾ ഈ റോസറി ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ നിയോഗങ്ങൾ വെച്ച് റോസറികൾ എടുക്കുകയും വളരെ അത്ഭുതകരമായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ നിയോഗങ്ങളൊക്കെ സാധിക്കുന്ന വലിയൊരു അത്ഭുതം കാണാൻ പറ്റിയ നിമിഷങ്ങളാണ്. ഇന്ന് ഞങ്ങൾ കുടുംബജീവിതമായിട്ട് പലരും പല സ്ഥലങ്ങളിലാണെങ്കിലും ഞങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ കാണപ്പെടുന്ന വ്യക്തികൾക്ക് പകർന്നു കൊടുക്കുന്നൊരു സംഭവമാണ് അമ്മയുടെ പക്കൽ ഒരു റോസറി ബാങ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ട ആവശ്യം വരികയില്ല എന്ന്. പിന്നെ കൂടാതെ എനിക്കിപ്പോഴും ഓർക്കുന്നത്, ഞാൻ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ബോൺ പീരീഡിൽ ആദ്യമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഓരോ ഇൻസ്ട്രുമെൻറ്റ്സും എടുത്തു കൊടുക്കുമ്പോൾ എൻ്റെ കൈ ഒത്തിരി വിറയ്ക്കുമായിരുന്നു. അപ്പോൾ ഒരു അപകർഷതാബോധം. ഞാൻ ആ ചാപ്പലിൽ വന്നിരുന്ന ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം 2 കൊരിന്തോസ് 12:9. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. വിശ്വാസത്തോടു കൂടി ഞാൻ എന്ന് ആ വചനം ചൊല്ലിയോ കാലക്രമേണ എൻ്റെ കൈവറ നിൽക്കുക മാത്രമല്ല ഈ കൈകളിലൂടെ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്തു.
പിന്നെ എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു സംഭവം, എൻ്റെ ജോലി സമയത്ത് ഒരു ചേച്ചി എപ്പോഴും എമർജൻസിയിൽ ഇങ്ങനെ ഒത്തിരി വേദനകളായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഒത്തിരി അസ്വസ്ഥതയും പിന്നെ നമുക്കറിയാമല്ലോ രോഗികളായിട്ട് വരുമ്പോൾ അവർക്ക് ഒരുപാട് മനസ്സിന് വിഷമങ്ങളൊക്കെയാണ്. ചേച്ചി പറയും എന്നീ അസുഖങ്ങളോ അസ്വസ്ഥതകളോ മാറുന്നില്ല. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ജെറമിയ 17:14 ചേച്ചി വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോ, വചനത്തിന് ശക്തിയുണ്ട്. വചനം ഇപ്രകാരമാണ്, കർത്താവിനെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സുഖപ്പെടും, കർത്താവിനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും, അവിടുന്ന് മാത്രമാണ് എൻ്റെ പ്രത്യാശ, കർത്താവിൻ്റെ വചനം അത് ഇവിടെ നിവൃത്തിയാകട്ടെ. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ആമേൻ എന്ന് പറഞ്ഞു കൂടി പ്രാർത്ഥിക്കണം. ചേച്ചി അതുപോലെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ചേച്ചിയെ കണ്ടു. ചേച്ചി പറഞ്ഞു ഞാൻ സിസ്റ്ററിനെ തപ്പി നടക്കുകയായിരുന്നു. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വിശ്വാസത്തോടു കൂടി അത് കട്ടിലിൻ്റെ അടിയിൽ എഴുതി വയ്ക്കുകയും ചെയ്തു. പിന്നീട് എനിക്ക് വേദനിച്ചിട്ട് എമർജൻസിയിലേക്ക് വരേണ്ട വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ എനിക്ക് കാണപ്പെടുന്നവരിലേക്ക് ഈ വചനം പങ്കുവെക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ യേശുക്രിസ്തു ഇന്നും എപ്പോഴും ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. അപ്പോൾ ദൈവവചനത്തിന് ഒത്തിരി അത്ഭുതമുണ്ട്. അത് നമുക്കത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം കൂടി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ തമ്പുരാൻ കാണിച്ചു തരുന്നത്. ആമീൻ. ഞാനും പറയുന്നു അതുപോലെ തന്നെ. എൻ്റെ വിശ്വാസം ഞാൻ ഏറ്റുപറയുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ശക്തിയുണ്ട്. അത് ഏറ്റവും വലിയ ശക്തി തന്നെയാണ്. നമ്മളുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിലും സന്തോഷത്തിൻ്റെ നിമിഷത്തിലും നമ്മൾ ആമീൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ എങ്ങനെയാണ് നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നത്? ഞാൻ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് നഴ്സസ് മിനിസ്ട്രി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ പ്രയറും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ നഴ്സസ് മിനിസ്ട്രി ഉണ്ടായിരുന്നില്ല. നഴ്സസ് മിനിസ്ട്രിയിൽ ചേരണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രയറിന് പോകാനും എല്ലാത്തിനും ഞങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥകളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗാല നഴ്സസ് മിനിസ്ട്രിയുടെ അവിടെ നിന്ന് ലീഡർഷിപ്പ് ചെയ്യുന്ന ചേച്ചിമാരും അതുപോലെ തന്നെ അച്ഛനും കൂടി ഞങ്ങളുടെ അവിടേക്ക് വരികയും നഴ്സസ് മിനിസ്ട്രി ഇവിടെ ആരംഭിക്കണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആദ്യം ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സ്റ്റാഫുള്ളൂ, അപ്പോൾ എങ്ങനെ അത് പ്രാവർത്തികമാകും, അത് എന്താണേലും നടക്കത്തില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പോൾ അതിലെ ഒരു ചേച്ചി ഞങ്ങൾക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ തന്നു. ചേച്ചി പറഞ്ഞു എന്താണേലും അവർ വന്നതൊരു സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ ഒക്ടോബർ മാസമാണല്ലോ, പരിശുദ്ധ അമ്മയുടെ മാസമാണല്ലോ. അപ്പോൾ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ രൂപം കൊണ്ട് ഓരോ വീടുകളിലും പോയി, നിങ്ങളുള്ള നഴ്സുമാർ മതി, പോയി നിങ്ങളൊരു റോസറി ആരംഭിക്കുക, അപ്പോൾ അതിൽ നിന്ന് അമ്മ അത് നടത്തിക്കോളും എന്ന് പറഞ്ഞു. അത് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒക്ടോബർ മാസം പ്രാർത്ഥിച്ച് ആദ്യമായിട്ട് നഴ്സസ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ റോസറി ഓരോ ഭവനങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുകയും വളരെ അത്ഭുതകരമായി മാതാവ് അത് നടത്തി തരികയായിരുന്നു. കാരണം ഒക്ടോബർ മാസം മുഴുവൻ അക്രൈസ്തവരുടെ വീട്ടിൽ പോലും ചെന്ന് റോസറി ചെല്ലാനും അങ്ങനെ വലിയൊരു ഭാഗ്യം ലഭിച്ചു. കൂടാതെ ഇപ്പോഴും അന്നാ തുടങ്ങിയ ആ ഒരു ജപമാല മാസത്തിൽ ഇപ്പോൾ ഓരോ ഭവനങ്ങളിൽ ചെന്ന് ചെല്ലാനും ആ ഒരു ദേശത്തിന് അതൊരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ കൂടാതെ ഞാനിപ്പോൾ ഓർക്കുന്നത് എൻ്റെ 4ാമത്തെ സിസേറിയൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ എന്നെ അറിയുന്നവരും എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കുന്നവരെല്ലാവരും ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. കാരണം 4ാമത്തെ സിസേറിയൻ്റെ സമയത്ത് എനിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടെങ്കിലും പരിശുദ്ധ അമ്മയും ഈശോയും നമ്മളെ താങ്ങും എന്നുള്ള വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകും എന്നുള്ള വിശ്വസിച്ചൊരു സമയമാണ്. പക്ഷേ നഴ്സസ് മിനിസ്ട്രിയിൽ ആ സമയത്ത് എന്നെ അറിയാത്ത ഒത്തിരി പേര് പ്രാർത്ഥിക്കുകയും ഒത്തിരി പേര് എനിക്ക് വേണ്ടിയിട്ട് ജപമാലകൾ ചൊല്ലുകയൊക്കെ ചെയ്തിരുന്നു. അത് എൻ്റെ വിശ്വാസത്തിൻ്റെ ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ സിസേറിയൻ ഒരു കുഴപ്പവുമില്ലാതെ പരിശുദ്ധ അമ്മ വളരെ മനോഹരമാക്കി അത് എന്താ പറയുക എൻ്റെ കുഞ്ഞിനെ ജന്മം കൊടുക്കുവാനുള്ള കൃപയും തന്നു. അതെല്ലാം ഈ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് എനിക്ക് കടന്നു വന്നപ്പോൾ മറക്കാനാവാത്ത, ഇന്നും നമ്മുടെ ടിൻഡോനെ അറിയാം, നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവർ ഒത്തിരി തിരക്കുകളുള്ളവരാണ്. പക്ഷേ ഈ നഴ്സസ് മിനിസ്ട്രിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ത്യാഗങ്ങളും ഈശോയുടെ മുമ്പിൽ ഒത്തിരി അനുഗ്രഹദായകമായ നിമിഷങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുതന്നെയാണ് കുടുംബത്തോടൊത്ത് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കൂട്ടായ്മയോടൊത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ഇപ്പോൾ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നു. അത് കടന്നു വരാനുണ്ടായിരുന്നൊരു സാഹചര്യം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരുകൾ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളത് ഏറ്റെടുക്കാനും ജപമാല പ്രാർത്ഥനയോട് കൂടിയിട്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ മറ്റുള്ളവരുടെ വീടുകളിലേക്ക് പരിശുദ്ധ അമ്മേനെ ആനയിച്ച് കൊണ്ടുപോയി അവർക്ക് ആ ഒരു മാതൃകയാവാനും സാധിച്ചതിന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ദൈവത്തിൻ്റെ തിരുകുമാരനെ നമുക്ക് നന്ദി പറയാം. ബോബി ചേട്ടാ, എല്ലാവരുടെയും ജീവിതത്തിൽ സഹനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സഹനങ്ങളെ തരണം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സഹനങ്ങൾ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഈ നമ്മുടെ എല്ലാവർക്കും ഉണ്ടായ പോലെ കൊറോണയുടെ കാലത്ത് എനിക്ക് എൻ്റെ ജോലി പോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി പോയി എന്ന് കേട്ട ഉടനെ തന്നെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് പുതിയൊരു ജോലി നമുക്ക് റെഡി ആയിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ
ഞങ്ങളുടെ താമസ സ്ഥലമായിട്ട് ഏകദേശം ഒരു 200 കിലോമീറ്റർ ഉണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമായിട്ട്. ഞാൻ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് അവിടെ എത്തുന്നതിന് മുമ്പ് ഇവർ അവിടെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം മാത്രമാണ് ഞാൻ ജോലിയില്ലാതെ, അതൊരു വെള്ളിയാഴ്ച മാത്രം ഇപ്പോൾ ജോലിയില്ലാതെ വീട്ടിലിരുന്നത്. സാറ്റർഡേ തൊട്ട് ശനിയാഴ്ച തൊട്ട് എനിക്ക് പുതിയ സ്ഥലത്ത് പഴയതിനേക്കാളും നല്ല രീതിയിലുള്ള നമ്മളെ ഇപ്പോൾ പണ്ട് നമ്മൾ പറയില്ലേ, ജോസഫിനെ പൊട്ടക്കുഴിയിലേക്ക് തള്ളിയിട്ട് എന്താ പറയുക സഹോദരന്മാർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് നന്മയ്ക്കായിട്ട് ഭവിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഞാനും ഒരു ജോസഫാണ്. ദൈവത്തിന് നന്ദി. എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കുന്നു, മുൻകൂട്ടി ഒരുക്കി വയ്ക്കുന്നു. അത് നമ്മളുടെ ജീവിതത്തിൽ നല്ലതിനായിട്ട് ഭവിക്കുന്നു എന്ന് തന്നെ പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. ബോബി ചേട്ടാ, 4 മക്കൾ, ചേട്ടൻ്റെ ജോലി, അനീറ്റയുടെ ജോലി, ഇതിനിടയിൽ കുടുംബജീവിതവും പ്രാർത്ഥനാ ജീവിതവും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ഇത് ഒരു ദൈവിക അനുഭവം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കുടുംബജീവിതത്തിലെ നമ്മുടെ ഇപ്പോഴത്തെ പ്രാർത്ഥനയോട് കൂടിയുള്ള നമ്മുടെ കുടുംബജീവിതം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയ വിശ്വാസം എൻ്റെ മക്കളിൽ ആ അളവിൽ തന്നെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് മക്കളുണ്ടാകുമ്പോൾ തന്നെ തീരുമാനിച്ച കാര്യമാണ്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വിശ്വാസ ജീവിതം നമുക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടെ, അതായത് നമ്മുടെ ദിവസേനയുള്ള പ്രാർത്ഥനയിൽ കൂടെ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്, നമ്മളുടെ യൂണിറ്റ്. എല്ലാ ആഴ്ചകളിലും പ്രാർത്ഥനയും കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം, ഇപ്പോൾ ഒമാനിൽ വന്നതിന് ശേഷം നിത്യ ആയാലും നേഴ്സസ് മിനിസ്ട്രിയിലും സജീവമായിട്ട് പ്രാർത്ഥനകളിലും എല്ലാത്തിലും കൂടുകയും അത് കണ്ടാണ് മക്കൾ വളരുന്നത്. നമ്മുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്ന ഒരു മക്കളുടെ മുന്നിൽ അവർക്ക് നല്ലത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു കടമ. തീർച്ചയായിട്ടും നമ്മളുടെ മാതാപിതാക്കൾ നമ്മൾക്ക് ആദ്യകാലങ്ങളിൽ കാണിച്ചു തന്ന പോലെ ഒരുമിച്ചിരുത്തി നമ്മളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥന ചൊല്ലാനായിട്ട് പോകുമ്പോൾ ആദ്യം നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മളുടെ ഇപ്പോഴത്തെ നമ്മൾ പ്രായമായിട്ടൊക്കെ വരുന്ന കഴിയുമ്പോൾ നമുക്ക് അറിവ് വന്നു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വലിയ കാര്യമാണ് അവർ നമുക്ക് പകർന്നു തന്നിരിക്കുന്നതെന്ന്. എന്തായാലും ദൈവത്തിനോട് നമുക്ക് വിശ്വാസമുള്ളവരായിട്ട് ജീവിക്കാം. ഇച്ചായൻ പറഞ്ഞ പോലെ തന്നെ ഇച്ചായൻ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വെച്ചും ഞങ്ങളെ വിളിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ അന്ന് ഇൻറ്റീരിയർ ഒത്തിരി ഉള്ളിലേക്ക്, അതായത് മസ്കറ്റിൽ നിന്ന് ഇച്ചായൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ഞങ്ങൾ 200 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കവിടെ ഒരു പ്രാർത്ഥന പായുണ്ട്. ആ പ്രാർത്ഥന പായയിൽ അന്ന് 4ാമത്തെ കുഞ്ഞില്ല. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും ഞാനും കൂടി കൈവിരിച്ച് പിടിച്ച് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് വചനം തുറന്നപ്പോൾ കിട്ടുന്നത് ജോസഫിനെ ഓർത്ത് ഫറവോയുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഒരു തമ്പുരാൻ. അതുപോലെ തന്നെ ഉൽപ്പത്തി 50:20 വചനം ഇപ്രകാരമാണ്. ജോസഫ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, എന്നാൽ എൻ്റെ ദൈവം അത് നന്മയാക്കി മാറ്റി. ജോസഫ് കൂടാതെ പറയുന്നുണ്ട്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ നോക്കിക്കൊള്ളാം. സഹോദരന്മാരോട് പറയുന്നതാണ്. അപ്പോൾ എനിക്കറിയാം ഇച്ചായൻ ജോസഫിൻ്റെ നാമധേയത്തിലുള്ളതാണ്. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിശ്വസിച്ചിരുന്നു, എന്താണേലും ഇച്ചായന് ജോലി തമ്പുരാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന്. കാരണം ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നൊരു വചനമുണ്ട്. 1 യോഹന്നാൻ 5:14-15. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവനത് ചെയ്തു തരും എന്നുള്ളതാണ് യേശു ക്രിസ്തുവിനുള്ള എൻ്റെ ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടെ നിന്ന് കേൾക്കുമെന്ന് അറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിക്കുന്നത് ഒരു കുടുംബമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇച്ചായന് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇച്ചായൻ മക്കളെയും കൊണ്ട് നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇച്ചായന് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ഈശോയോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ഈശോയ്ക്കും ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നുകയാണെങ്കിൽ ഞാനത് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഈ വചനം വെച്ചാണ് എപ്പോഴും നന്ദി പറയാം. ഞാൻ മക്കളോടും പറയും, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതുന്നുണ്ടെങ്കിൽ വചനം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ മഹത്വം നമുക്ക് കാണാം. അപ്പം ഞങ്ങൾ അപ്പം തന്നെ ഈശോയുടെ മുമ്പിൽ ഈ വചനം വെച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതെ, ഇച്ചായന് 3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലി കിട്ടും. ഇച്ചായൻ വീട്ടിലെത്തിയിട്ടില്ല, കാരണം അവിടുന്ന് 2.5 മണിക്കൂറോളം ഉണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇച്ചായൻ ഒത്തിരി നിരാശയോടുകൂടി ആയിരിക്കും എത്തുന്നത്, അസ്വസ്ഥതയോടുകൂടി ആയിരിക്കും എത്തുന്നത്. അപ്പം ഞങ്ങൾ അപ്പം തന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ആ പ്രാർത്ഥനാഭായം മടക്കി വെച്ചിട്ട് ഞാൻ ഇച്ചായനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇച്ചായന് 3 ദിവസത്തിനുള്ളിൽ ജോലി കിട്ടും, ധൈര്യമായിട്ട് പോരെയെന്ന്. നമ്മുടെ മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, കർത്താവിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. റോമ പുസ്തകത്തിൽ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ യോഗ്യതയോ ഒന്നുമല്ല,
3 ദിവസത്തിന് മുമ്പേ ഇച്ചായന് പുതിയൊരു സ്ഥലത്ത് കയറാൻ സാധിക്കുകയും ജോസഫിനെ ഓർത്ത് ഫറവോയുടെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം എന്ന് പറഞ്ഞതുപോലെ ഇച്ചായൻ മുഖേന ആ കമ്പനിയിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തമ്പുരാന് നന്ദി പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. അതുപോലെ തന്നെ എൻ്റെ ട്രാൻസ്ഫർ വലിയ അത്ഭുതമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒത്തിരി ഉള്ളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ട്രാൻസ്ഫറിന് വേണ്ടി അപ്ലൈ ചെയ്ത് നമുക്കറിയത്തില്ല അത് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ ഇതുപോലെ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. ഈ പ്രാർത്ഥന പായയിലിരുന്ന് ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട്, സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷൻ തരണേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അവിടെയുള്ള സീനിയർ സിസ്റ്ററിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറയുന്നത്, നിനക്ക് പകരമുള്ള ആൾ നെക്സ്റ്റ് വീക്ക് ഇവിടെ വരുവാണ്. മാതാവിൻ്റെ മാസത്തിൽ നിനക്ക് അതായത് ഒക്ടോബർ മാസത്തിൽ ഞാൻ പുതിയ സ്ഥലത്താണ് ജോലിക്ക് പോകുന്നതെന്ന്. ഇതെല്ലാം ഈശോയുടെ വചനത്തിൻ്റെയും അല്ലെങ്കിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഒരു സംരക്ഷണമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. 2 സാമുവേൽ 7:29. വിശ്വാസത്തെ മുറുകെ പിടിച്ച് ദൈവത്തോട് ചേർത്ത് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇതുപോലെ ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളും വിശ്വാസത്തോടെ കുടുംബജീവിതം നയിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.